മകൾ സ്വന്തം മനസ്സാലെ ജീവൻ ഒടുക്കില്ല എന്നാണ് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നത്. ഭർത്താവ് സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ മരണത്തിന് കാരണം. നാട്ടിലെത്തിക്കുന്ന അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് ആദ്യം. ഒരു ദയയും അവൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടില്ല. അവനൊരു കൊലയാളി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ അവളെ കൊന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. കുറേശ്ശെ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ജീവിതത്യാഗം ചെയ്യാൻ സാധ്യതയില്ല. അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ്. തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇതിൻ്റെ എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഷമീർ ഉണ്ട് നമുക്കിപ്പോൾ വിവരങ്ങളുമായി. ഷമീർ, അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥിരീകരണമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് കുടുംബത്തിന്റെ മുന്നോട്ടുള്ള നീക്കം? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഫോറൻസിക് ഫലം പുറത്തു വന്നത്. അതിൽ ഷാർജയിൽ നടത്തിയതാണ്. ഇതിൽ മരണത്തിൽ അസ്വാഭാവികത ഇല്ലാതെ ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതായത് ഷാർജയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. എന്നാൽ അത്തരത്തിൽ ഉള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ അംഗീകരിക്കാൻ ആ കുടുംബം തയ്യാറല്ല. കാരണം നിരന്തരമായി പീഡനം നേരിട്ടതിന്റെ മാനസിക വ്യഥയാലാണ് ഇത്തരത്തിൽ തന്റെ മകൾ ഈ ഒരു കൃത്യത്തിലേക്ക് കടന്നതെന്നും അല്ലെങ്കിൽ ആ മകളെ അതിലേക്ക് എത്തിച്ചതെന്നുമുള്ള അനുമാനത്തിലാണ് കുടുംബം ഉള്ളത്. എന്തായാലും മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി അഖിലയ്ക്ക്, അതായത് അതുല്യയുടെ സഹോദരി അഖിലയ്ക്ക് ഈ ഫോറൻസിക് പരിശോധന ഫലം നൽകി. കോൺസുലേറ്റിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഷാർജ പോലീസ് കൈമാറുകയും ചെയ്തു. എന്തായാലും നാട്ടിലെത്തിച്ച് ഈ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അതിൽ മാത്രമേ ആ കുടുംബത്തിന് വിശ്വാസമുള്ളൂ. അതിനായുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ അതുല്യയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ കുടുംബം ശ്രമിക്കുന്നത്. എന്തായാലും മകൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ആ പിതാവ് രാജശേഖരൻ പറയുന്നത്. അതായത് സതീഷിന്റെ പീഡനം, അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഷാർജ പോലീസ് നൽകി. പക്ഷേ യാതൊരു നീതിയും ഷാർജ പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്തായാലും മൃതദേഹം, നേരത്തെ വിഭജികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതുപോലെ തന്നെ അതുല്യയുടെ മൃതദേഹവും ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ സംസ്കാരത്തിനായി വീട്ടിലേക്ക് കൊണ്ടുവരൂ എന്നാണ് അച്ഛൻ പറയുന്നത്. ലക്ഷ്മി, ഓക്കെ ശരി ഷമീർ.